എടുത്തു പറയേണ്ട സഹൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയി മോഹൻ ബഗാൻ ഇപ്പൊ തകർത്ത് മുത്താണ്. വിപിൻ മോഹൻ നല്ല രീതിയിൽ കളിച്ചു, എന്നിട്ടും ചത്ത് കളിച്ചു. അന്ന് മലയാളം നന്നായിട്ട് പറഞ്ഞ ചത്ത് കളിച്ചു. ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ കളി കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ കളിക്കാരുടെ കളി അടക്കം മാറിപ്പോകുന്നുണ്ട്. ഇതിന് പകരം വല്ല ലാലിഗയോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ കണ്ടാലും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്നു. അത് മാറും. ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി അഭിനയിച്ച കുമാരപിള്ള സാറും കൂട്ടരും പാർട്ടി ഓഫീസിലിരുന്ന് അവരുടെ തോൽവി ചർച്ച ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് ദിനേശ് പീഡിയും പരിപ്പോടയും ചായയൊക്കെ കുടിച്ച് അവരുടെ തോൽവി ചർച്ച ചെയ്യുന്ന ഒരു സീൻ. അത് വളരെ താത്വികമായ ഒരു അവലോകനമാണ് കുമാരപിള്ള സാറ് നടത്തുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ അതിൽ ബോബി കൊട്ടാരക്കര അവതരിപ്പിച്ച ഉത്തമൻ എന്നുള്ള കഥാപാത്രം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് വളരെ സിമ്പിളായി പറഞ്ഞുകൂടെ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ച എന്തുകൊണ്ട് നമ്മൾ തോറ്റു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയ നമ്മൾ, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആയ മഞ്ഞപ്പടയായ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളൊരു ചർച്ച. അനുവേ, എന്തുകൊണ്ട് നമ്മൾ തോറ്റു? സിമ്പിളായി പറ. എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോഹ, ലൂണ ഇവരുടെ ഒരു ഫോമില്ലായ്മ തന്നെയാണ് നമുക്ക് തോൽവി കാരണം. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് റെഫറി ഭയങ്കര വിവാദമാണ്. റെഫറി അതിപ്പോ ഒരു സീസണിൽ മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ കളി മാത്രം ഓരോരോ റെഫറിമാർ ഇങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എല്ലാ സീസണും തുടരെ എല്ലാ സീസണുകളിലും റെഫറിമാര്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ബാംഗ്ലൂരുമായിട്ടുള്ള കളി. അതൊന്നും ഒരു ടീമിലും അംഗീകരിച്ച് കൊടുക്കുന്നല്ല ഒരു ലീഗിലും. നമ്മുടെ ഈ ISL മാത്രമേ അങ്ങനെ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പോലെ അത് ബാംഗ്ലൂർ അനുവദിച്ചു കൊടുത്തു. അതുപോലെയാണ് എല്ലാ സീസണിലും. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ റഫറിമാരും ഇതുപോലുള്ള ചില വിവാദങ്ങളും കാരണം മാത്രമാണോ ബ്ലാസ്റ്റേഴ്സ് ജയിക്കാത്തത്? ബ്ലാസ്റ്റേഴ്സ് ജയിക്കാത്തതിന്റെ കാരണം പറയുകയാണ് തന്നെ ബംഗളൂരിനെതിരെ പിന്നെ എന്തായിരുന്നു തോൽവി, ബംഗളൂരിന്റെ തോൽവിയും പിന്നെ മുംബൈ സിറ്റിക്കെതിരെ കഴിഞ്ഞ മത്സരത്തെ തോൽവി, അതും ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയായി. കാരണം ഗോൾ അടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അഴിച്ചില്ല, അഴിക്കാനെടുത്ത് തുടങ്ങിയപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലായി പണി പാളും എന്നുള്ളത്. പുള്ളി ഇങ്ങനെ ഇട്ടു, ഈ റഫറിനോട് കാല് പിടിച്ചു പറഞ്ഞു. പക്ഷെ അയാള് അനുവദിച്ചില്ല. അതാണ് പറഞ്ഞത്, ഇത്ര പിടിച്ചുള്ളൂ, ഫുള്ള് ഊരിയ മാത്രമേ യെല്ലോ കാർഡ് കൊടുക്കാവുന്ന നിയമമുള്ളൂ. പക്ഷെ ആദ്യം അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു, രണ്ടാമത് അത്ര ഊരിയപ്പോ അതുകൊണ്ടാണ് ഉടനടി റെഡ് കാർഡ്. അതുകൊണ്ട് നമ്മളിപ്പോ റഫറിമാർ കാരണം, കോച്ച് കാരണം ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ഉത്തരം സിമ്പിളായി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ജിഷ്ണു? കളിയുടെ ഇപ്പോഴത്തെ ടീമിലെ അംഗങ്ങളുടെ താരങ്ങളുടെ ഫോം ഭയങ്കര മോശമാണ്. അതായത് ആകെപ്പാടെ ബ്ലാസ്റ്റേഴ്സ് തുടക്കം മുകളിൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് മറ്റേ നോഹയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് അല്ല, എനിക്ക് ചിരി വരുന്നത് മനോരമയുടെ ഒരു ക്യാപ്ഷൻ വായിച്ചിട്ടാണ്. അതായത് ഒരു ജയവുമായിട്ട് വിഷമിച്ചെത്തിയ ഹൈദരാബാദിനെ സന്തോഷിപ്പിച്ച് തിരിച്ചയച്ച് ബ്ലാസ്റ്റേഴ്സ്. സീസണിൽ ഒരു ജയമുള്ളവർക്ക് ആ ടീമിനെ പോലും സന്തോഷിപ്പിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിവ്. പക്ഷേ അതിന്റെ ബാക്കി അവർ വീണ്ടും എഴുതിയിട്ടുണ്ട്, വിവാദ പെനാൽറ്റിയിൽ വീണ്ടും തോറ്റു. അത് ശരിയാ, അങ്ങനെയുണ്ട്. പക്ഷെ എപ്പോഴും ഈ പറയുന്ന പോലെ കോച്ചും റഫറിയും ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പറയുന്നത്. അത് പറയുമ്പോഴാണ് ആദ്യത്തെ ഗോളിനെ കുറിച്ച് നമുക്ക് പറയണം. ആദ്യത്തെ ആ ഗോള് അനുവ എന്താ പറയാ? 17-ാം വയസ്സുകാരൻ ഒരു അസിസ്റ്റ് നൽകി ജീസസിന്റെ ഒരു മനോഹരമായ ഗോൾ. അതും ISL ഏറ്റവും കുറഞ്ഞ പ്രായം അസിസ്റ്റ് കൊടുത്ത ഒരാളാണ് കോറൂസിംഗ്. 17 വയസ്സുള്ള അതൊരു വല്ലാത്തൊരു ചരിത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോ സീനിയർ താരങ്ങളുടെ ഒക്കെ ഫോമില്ലായ്മ നല്ലോണം, പ്രത്യേകിച്ച് ലൂണയുടെ ഒക്കെ ഫോമില്ലായ്മ. തുടർച്ചയായി ഇത്രയും കളികൾ കളിച്ചിട്ടും ഒരു ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കളി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു എന്താണ് ആ ഒരു താളത്തിലേക്ക് എത്തുന്നില്ല. പ്രഡിക്റ്റബിൾ മൂഡിലായത് ബ്ലാസ്റ്റേഴ്സ് തോറ്റു.
എന്നൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ കളി വന്നത്. പിന്നെ വല്ല പെനാൾട്ടി ഒക്കെ വന്ന് ഇതുപോലെ വല്ല വിവാദങ്ങളൊക്കെ പറയാന്നല്ലാതെ വിവാദങ്ങൾ പറയാന്ന് മാത്രമല്ല അതിനകത്ത് കാണിക്കുന്ന വിവാദങ്ങൾ തന്നെയാണ്. കാരണം കളി പക്ഷേ കാണിക്കാറില്ലെന്നാണ്. ഹോർണി ഫാമിന്റെ ഒരു മിന്നും 2 സേവുകളായിരുന്നു, 2 ഡിഫൻസീവ് സേവുകളായിരുന്നു. അത് കയ്യിൽ കൊണ്ടെന്നുള്ള കൈ കൊണ്ടാണ് വിവാദം. അത് മാത്രമല്ല എല്ലാ കാർഡും കിട്ടി. ആദ്യമേ തന്നെ ലൂണ പാസ് കൊടുത്തത് ഹൈദരാബാദിന്റെ, അതായത് അതൊക്കെ ഇങ്ങനെയാണ് കൈവച്ചത്. കറക്റ്റ് കൈ കൊണ്ടത് കാണികൾക്ക് വ്യക്തമായിട്ട് കാണാം. അത് റെഫറി കണ്ടില്ലെന്ന് പറഞ്ഞ് പെനാൽറ്റി കൊടുത്തില്ല. പിന്നെ പറഞ്ഞ ജീസസിനെ പൊറോട്ട് മറിച്ചിട്ട് അതിനും പെനാൽറ്റി ആയിരുന്നു, അതും കൊടുത്തില്ല. അതൊക്കെ വിവാദമല്ലേ? അത് മാത്രമല്ല മറ്റേ ഹോമി ഫാന്റെ വയറിൽ കൊണ്ടിട്ടാണ് കൈ കൊണ്ടെന്ന് പറഞ്ഞ് അതിന് പെനാൽറ്റി വിധിച്ചത്. അതൊക്കെ പിന്നെ വിവാദം അല്ലാതെ പിന്നെ എന്ത് പറയാം? റെഫറിയുടെ കുഴപ്പമല്ലാതെ പിന്നെ 6 ഭാഗത്താണ് കുഴപ്പം. കളിക്കാരനെയാണോ? എന്നിരുന്നാലും നമ്മുടെ ടീമിലുള്ള അംഗങ്ങളുടെയും കുഴപ്പമാണ് റഫറി. അത് ഇതൊക്കെ എല്ലാ കളിയിലും ഓരോ കാരണം ഉണ്ടാവും. ശരിയാണ്, പല തരത്തിൽ വിവേചനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ടാകും. ഇതിപ്പോ ഒരു സീസണിലാണെങ്കിൽ പക്ഷെ ഇത് ഒരു സീസൺ ആ ഉളുപ്പില്ല അവർ കാണിക്കുന്നല്ല നമ്മൾ പറയുന്നത്, അല്ലാത്തല്ലോ. മാന്യമായിട്ട് കളിച്ച് നോക്കുവാണെങ്കിൽ ജയിക്കുവാണെങ്കിൽ നമുക്കിത് പറയാം. പക്ഷെ അല്ലാതെ നമ്മൾ പറയുന്നത് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്, അല്ലാത്തല്ലോ. ആരാധകർ അസ്വസ്ഥരാണ്, ആരാധകർക്ക് ശാന്തരാകുവാൻ സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ടീം ഇന്ത്യയിലില്ല. നമ്മൾ ഡോർട്ട്മുണ്ടിന്റെ കാര്യം പറഞ്ഞു. ഡോർട്ട്മുണ്ടിന്റെ പോളിൽ പൊട്ടിച്ച ഫാൻ ബേസ് ഉള്ള ടീമാണ് മഞ്ഞപ്പട. ആ മഞ്ഞപ്പട ഇതെങ്ങനെ സഹിക്കും? ഓരോ കളി കഴിയുമ്പോഴും ദുഃഖം കൂടി കരയാൻ കണ്ണീരില്ല എന്നൊക്കെയാണ് പറയുന്നത് ചിലര്. എനിക്കറിയാൻ കണ്ണീരില്ല. നമ്മളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഒരു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികളുടെ കാര്യം എടുത്തു പറയേണ്ട. ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു റിലാക്സ് ആവാൻ വേണ്ടി ഗ്രൗണ്ടിൽ വന്ന് കളി കാണാൻ വേണ്ടി വന്ന് അത് അല്ല ഫാൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ എഴുന്നേറ്റ് പ്രതിഷേധിക്കുമായിരുന്നു കോച്ചിനെതിരെ. കോച്ചും പോട്ടെ റെഫറിക്കെതിരെ. റെഫറി എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ചില ഫാൻസുകാരുടെ പ്രതികരണം കേട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാൽ പിന്നെ റെഫറിമാരെയും കൂടെ അവരുടെ ടീമിലോട്ട് കയറ്റി കളിച്ചാൽ പോരെ, എങ്ങനെ സുഖമായിട്ട് ബ്ലാസ്റ്റേഴ്സ് തോപ്പിക്കാൻ എന്തിനാ എന്നൊക്കെ. അതാണ് ആരാധകരുടെ പ്രതികരണം. ഞാൻ പറഞ്ഞു ആരാധകര് അസ്വസ്ഥരാണെന്ന്. അവരതിന്റെ പ്രതിഫലനങ്ങൾ കമന്റ് സെക്ഷനിലും മറ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പേജ് അടക്കം എടുത്ത് നോക്കണം. ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഏത് പോസ്റ്റ് ഇട്ടാലും നല്ല വിമർശനങ്ങളും നല്ല രീതിക്കാണ് ഫാൻസ് പ്രതികരിക്കുന്നത്. അതായത് ബിസിനസ് ടീം എന്നാണ് വിളിക്കുന്നത്, ഫുട്ബോൾ ടീം അല്ല, ബിസിനസ് ടീം. മാനേജ്മെന്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇത് തന്നെയാണ് എല്ലാ ഫാൻസുകാരും ബ്ലാസ്റ്റേഴ്സ് ഒരു ബിസിനസ് ടീമാണ്. അതൊരിക്കലും ഒരു ആരാധകർക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടിയുള്ള ഒരു ടീമല്ല, ബിസിനസ് മാനേജ്മെന്റ്. അതില് ഏറ്റവും ഉദാഹരണമാണ് മറ്റേ ഇവാൻ മുക്നോവിച്ചിന്റെ മറ്റേ ബാംഗ്ലൂരുമായിട്ടുള്ള കളി നിർത്തിയതിന് പുള്ളി അവസാനം ആ സമയത്തൊന്നും പറയാതെ പുള്ളി അവിടുന്ന് ടീമിൽ നിന്ന് പുറത്തായ സമയത്ത് 1 ലക്ഷം രൂപ ഫൈൻ അടിച്ചത്. 1 ലക്ഷം രൂപ തോന്നുന്നു ഫൈൻ അടിച്ചത്. തുടർച്ചയായ 3ാം തോൽവി കാരണം പുതിയ കോച്ചിനെയും ഈ പുതിയ കോച്ചിന്റെ പേര് മിക്കായൽ. ഇദ്ദേഹത്തിന് ഈ മാനേജ്മെന്റിന്റെ ചില സ്വഭാവങ്ങളായിട്ടൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നോട്ടപ്പുള്ളിയാണ്. അപ്പൊ ഈ തോൽവികളും കൂടി ആയതോടെ ഇയാളെ നൈസായിട്ട് ചവിട്ടാനുള്ള പരിപാടിയാണ്. പക്ഷെ ആ സമയത്ത് മാനേജ്മെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ആരും കോച്ചിനെ കുറ്റം പറയുന്നില്ല, മാനേജ്മെന്റിനാണ് കുറ്റം പറയുന്നത്. അത് കാരണം വെച്ചാല് കോച്ച്മാരെന്ന് പറഞ്ഞാൽ അവര് കളിക്കാരാണ്, കളിക്കാർക്ക് അവർ കളിയോടുള്ള ആത്മാർത്ഥത കാണിക്കും. അതുകൊണ്ട് പക്ഷെ ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസയാണ് മൂല്യം, കളിയല്ല, കളിക്കൂടെ നിൽക്കുന്നവരാണ്. ഒരു കാര്യമായിട്ടാണ് ഈ പറഞ്ഞ പുതിയ കോച്ചും വിമർശിച്ചത്. ആ വിമർശനത്തിന്റെ പേരാണ് അയാൾ ഇപ്പൊ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഒരു ആരാധകൻ എഴുതിയിട്ടുണ്ട്, എസ് റീതു എന്ന് പറയുന്ന ശ്രീതു ആരാധകനല്ല, ആരാധിക. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരും ടി വിയിൽ പോലും കളി കാണരുത്, എന്നാലേ മാനേജ്മെന്റ് ഒക്കെ പഠിക്കൂ എന്നുള്ളത്. എന്റെ പൊന്ന ശ്രീതു, ടി വിയിലൊന്നും അല്ല ഇപ്പൊ ആൾക്കാർ കമന്റ് ഒന്നും കളി കാണുന്നത് അല്ലേ? ജിയോ സിനിമ അല്ലെ, ലൈവാ മൊബൈലിൽ കാണാം. അപ്പൊ മൊബൈലിലടക്കം കാണരുത് എന്നുള്ള രീതിയിലായിരിക്കണം ഉദ്ദേശിച്ചേക്കുന്നത്. ശ്രീതു ആരും ടി വിയിൽ പോലും കളി കാണരുത്. ഇവന്മാർക്ക് നല്ല ഗോൾ കീപ്പേഴ്സിനെ കിട്ടാഞ്ഞിട്ടല്ലോ, ഗില്ലിനെ പൈസക്ക് വേണ്ടി വിറ്റിട്ടല്ലേ, അന്ധമായ ആരാധന മാത്രം എന്നുള്ളൊരു കമന്റാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഫ്രസ്ട്രേഷനാ. പിന്നെ നല്ല സ്റ്റേഡിയം മെയിൻ്റെനൻസ് ഇല്ല, നല്ല പ്ലേയേഴ്സ് ഇല്ല, നല്ല കളിക്കാരുണ്ടെങ്കിൽ തന്നെ അവരെ വിൽക്കുന്നു. വെറും ബിസിനസ് എന്നാ പറയുന്നത്.
ഇതെങ്ങനെ നമുക്ക് ഇത് കഴിഞ്ഞ തവണയും കഴിഞ്ഞ മുമ്പത്തെ തവണയൊക്കെ കളത്ത് നന്നായിട്ട് കളിച്ചോണ്ടിരുന്നവരെയാണ് അവർ വേറെ ടീമിലോട്ട് വിറ്റത്. ലൂണ മാത്രമേ ഉള്ളൂ. ലൂണയുടെ ഒരു ഫോമില്ലായ്മയും വലിയൊരു തിരിച്ചടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്. പകുതി പേരും ബ്ലാസ്റ്റേഴ്സിന് പോകുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത പൈസ കാരണമാണ്, കടങ്ങൾ കാരണം. അതിനുള്ള എതിർപ്പ് അവർ എതിർ ടീമിൽ ചെന്നിട്ട് കാണിക്കുന്നുമുണ്ട് ബ്ലാസ്റ്റേഴ്സിനോട്. സഹൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയി മോഹൻ ബഗാൻ ഇപ്പൊ തകർത്ത് മുത്താണ്. എടാ ഞാൻ ഈ രാഹുലിനെ കുറിച്ച് എന്താ അഭിപ്രായം? രാഹുൽ ഇപ്പം കുറെ സീസണിലായിട്ട് ഭയങ്കര രാഹുൽ ഒരു മോശമാണ്, ഗോളുകളും അടിക്കുന്നില്ല. അതേ ശ്രീതു ഇപ്പൊ നേരത്തെ കമന്റ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതേ ശ്രീതു തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു മറ്റൊരു കാര്യം, ഇനി നാളെ ഇവര് തട്ടിയും മുട്ടിയും ജയിക്കും, എന്നിട്ട് ഇത് മുതലാക്കിയിട്ട് ഇവർ കുറച്ചാൾ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള രാഹുലിനെ മാനേജ്മെന്റ് വേണ്ട പണം കൊടുത്ത് നിർത്തും. കാരണം ബിസിനസ് നടക്കണ്ടേ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഭയങ്കര വിവാദപരമായ കമന്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു മലയാളി താരം നമ്മുടെ ടീമിലുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവര് ബിസിനസ് സംഭവം. അതുപോലെ മറ്റേ ഐമനും അഷ്റഫും അവര് മലയാളി താരങ്ങളായ അവരുടെ ലക്ഷദ്വീപില് വളർന്ന ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചെറിയ പ്രായം മുതല് അവരുടെ കുഞ്ഞു ടീമിൽ വളർന്ന് കളിച്ച് വന്നൊരു പ്ലെയറാണ് ഇവര്. 2 പ്ലെയറാണ് ഇവര്. അവര് മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല കളിയാണ്. പക്ഷെ ഐമനൊക്കെ വിപിൻ മോഹൻ നല്ല രീതിയിൽ കളിച്ചു, എന്നിട്ടും ചത്ത് കളിച്ചു. നന്നായിട്ട് പറഞ്ഞ ഞങ്ങളാണ് ഇതിലൂടെയൊക്കെ വരുന്നത്. ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ കളി കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ കളിക്കാരുടെ കളിയടക്കം മാറിപ്പോകുന്നുണ്ട്. ഇതിന് പകരം വല്ല ലാലിഗയോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ കണ്ടാലും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്നു. അത് മാറും. ലോകകപ്പില് നമ്മുടെ അർജന്റീന കപ്പടിച്ച സീസണില്ലേ, ആ സീസണിലൊക്കെ അർജന്റീനയുടെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അർജന്റീന ഫാൻസാണ്, മെസ്സികളുണ്ട്. പക്ഷെ അർജന്റീന കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ISL ഒക്കെ പിന്നെ കാണാൻ തോന്നത്തില്ല. അതാണ് അത് മാത്രമല്ല നമ്മുടെ റെഫറിമാരുടെ ഡിസിഷനാണ്. അവിടെ ആണെങ്കിൽ മറ്റേ വാറ് സംഭവങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ അതൊന്നുമില്ല. പെനാൽറ്റി ഒറ്റ തീരുമാനത്തിലാണ് പലർക്കും ISL ഉള്ളത് ഏറ്റവും വലിയ പ്രോബ്ലം. ഇവർ ഒറ്റ തീരുമാനത്തിലാണ് ഒരു കളി തോക്കുന്നത്, ഒരു കപ്പ് പോകുന്നത്. ഇതെല്ലാം ഇവർ ഒറ്റ തീരുമാനം. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇവർ നോക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം നമ്മുടെ ISL. ഇപ്പൊ നേരത്തെ ഒരു ആരാധികയുടെ കമന്റ് കണ്ടു. ഇപ്പൊ ഒരു ആരാധകൻ കമന്റ് ഇട്ടിരിക്കുകയാണ്, കളി കാണാൻ ഒരുത്തനും പോകരുത്, എവേ മാച്ച് വരെ പോയി കാണുന്ന ഒരുപാട് ആരാധകരുണ്ട്, എന്നിട്ട് ഈ നാറികൾക്ക് തിരിച്ചൊരു ആത്മാർത്ഥത വേണ്ടേ എന്താ പറയുന്നത്. നേരത്തെ ശ്രീതു പറഞ്ഞു TV പോലും കളി കാണരുതെന്ന്. ഇപ്പൊ അവർ സ്റ്റേഡിയത്തിൽ പോലും പോകരുത്. അത്രത്തോളം ആരാധകര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവരുടെ കളിയിൽ. എടുത്തു പറയേണ്ടത് തന്നെ എവേ മാച്ച് പോലും കളി കാണുന്നു. എടുത്തു പറയേണ്ടത് തന്നെ എന്തായിരുന്നു, മുംബൈക്കെതിരെ തന്നെ ഇഷ്ടംപടി മലയാളി എന്തായിരുന്നു ആരാധകരാണ് അവിടെ പോയി കളി കണ്ടത്. അവിടെ അവരുടെ ഫാൻസുകാരെ നമ്മുടെ കേരളത്തിന്റെ ഫാൻസുകാരായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. ബംഗളൂരിന്റെ ഫാൻസ്, മുംബൈയുടെ ഫാൻസ്, ചെന്നൈയുടെ ഫാൻസ്, ഇവരെല്ലാരും മുംബൈ ഫാൻസ് കേരളത്തിലെ ഫാൻസുകാരോട് ഭയങ്കര ഒരു ഇതാണ് കാണിക്കുന്നത്. മുഹമ്മദ് ഫാൻസിന്റെ അവര് ഫാൻസ്